ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് അങ്ങേ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 79-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. നാം ഓർത്തതുപോലെ ശമൂവേലിൻ്റെ പുത്രന്മാരുടെ പാപങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ഭാഗത്തിൽ ഓർത്തു നിർത്തിയത്. ഇന്ന് നാം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിച്ചു കേൾക്കുവാൻ ആദ്യം ആഗ്രഹിക്കുകയാണ്. ദയവായിട്ട് ശ്രദ്ധിച്ചാലും. ആകയാൽ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി രാമയിൽ ശമൂവേലിൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു തരയണം എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് ആകയാൽ എന്ന വാക്ക് 2 പ്രാവശ്യം വരുന്നത് കാണുവാൻ കഴിയുന്നു. ആദ്യം വരുന്നത് 4-ാം വാക്യത്തിലാണ്. വീണ്ടും വരുന്നത് 5-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ 2 ആകയാൽ എന്ന പ്രയോഗങ്ങൾ 2 തരത്തിലുള്ള വിഷയങ്ങളിലാക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒന്നാമത്തെ വിഷയം എന്താ? ആദ്യത്തെ വിഷയം ശമൂവേൽ പ്രവാചകൻ്റെ മക്കളുടെ പാപത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ശമൂവേൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ലാതെ തൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ മക്കളെ ന്യായാധിപന്മാരാക്കുന്ന ചരിത്രം നാം ഇതിനു മുൻപ് ഓർക്കുകയുണ്ടായി. അതിന് തൻ്റെ മക്കൾ യോഗ്യരായിരുന്നില്ല എന്നുള്ളത് സകല ഇസ്രായേലിനും അറിയാവുന്ന വിഷയമാണ്. അതിലേക്കാണ് ആദ്യത്തെ ആകയാൽ എന്ന പദം കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. 3-ാം വാക്യം ശ്രദ്ധിക്കുക. 8-ാം അധ്യായം 1 ശമൂവേൽ. അവിടെ അതാണ് വ്യക്തമാകുന്നത്. ശമൂവേലിൻ്റെ പുത്രന്മാർ അവൻ്റെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു വന്നു. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ മൂപ്പന്മാർ ശമൂവേലിനോട് പറയുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. ഒന്നാമത്തെ ആകയാൽ വിരൽ ചൂണ്ടുന്നത് ശമൂവേലിൻ്റെ മക്കളുടെ പാപത്തിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ. ദൈവത്തിനു വേണ്ടി വിശുദ്ധമായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ മക്കൾ. യേശുക്രിസ്തുവിൻ്റെ ചങ്കിലെ ചോര ഊറ്റപ്പെട്ടത്, നമ്മുടെ സകല പാപങ്ങളും പോക്കി നമ്മളെ വിശുദ്ധരാക്കി തീർത്തത് നാം ലോകത്തിൽ മാതൃകയോടെ ദൈവത്തിൻ്റെ വിശുദ്ധി ലോകം കാണേണ്ടതിന് തക്കവണ്ണം യോഗ്യമായ നടപ്പ് നടക്കേണ്ടതിനാണ്. എന്നാൽ ഇസ്രയേലിലുള്ള ഈ പ്രവാചകൻ്റെ 2 മക്കൾ, അവരെ സംബന്ധിച്ച് അവർ തെറ്റായ വഴിയിൽ നടക്കുന്നത്, അപ്പൻ നടന്ന വിശ്വസ്തതയുടെ വഴിയിൽ നടക്കാതെ ദുരാഗ്രഹികളായി, കൈക്കൂലി വാങ്ങുന്നവരായി, ന്യായം മറിച്ചു കളയുന്നവരായി അവരുടെ ജീവിതം വ്യത്യസ്തമായ നിലയിൽ തിരുനാമത്തിന് അപമാനമാകുന്ന ജീവിതമായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ക്രമക്കേടിലേക്ക്, അവരുടെ ജീവിതത്തിൻ്റെ പാപത്തിലേക്ക് ആദ്യത്തെ വാക്ക് വിരൽ ചൂണ്ടുകയാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഇത് മറക്കുവാനായിട്ട് പാടുള്ളതല്ല. നാം ദൈവസന്നിധിയിൽ നേരെ ജീവിച്ചാൽ ദൈവം നമ്മെ പ്രശംസിക്കും. നേരെ ജീവിച്ചാൽ അത് മുഖാന്തരം തിരുനാമം ഉയർത്തപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ നാം ദൈവസന്നിധിയിൽ ന്യായമല്ലാതെ ജീവിച്ചാൽ, ക്രമം കെട്ട് ജീവിച്ചാൽ, അത് നമ്മിലേക്ക് മറ്റുള്ളവർ വിരൽ ചൂണ്ടുവാൻ, ദൈവനാമത്തിൻ്റെ അപമാനത്തിന് അത് മുഖാന്തരമായി തീരും. അത് സ്വർഗത്തിൻ്റെ കോടതിയുടെ മുൻപിൽ എത്രമാത്രം വലിയ കുറ്റമാണ് എന്ന് മനസ്സിലാക്കത്തക്കവണ്ണം നാം ശരിയായി ജീവിക്കേണ്ടവരാണ്. നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷകളിൽ, നാം ആയിരിക്കുന്ന സഭാബന്ധങ്ങളിൽ, നമ്മുടെ ഏത് കാര്യത്തിലും ദൈവത്തിൻ്റെ വിശുദ്ധി ഉണ്ടാകണം. സ്ഥാനത്തിനോ
മാനത്തിനോ സമ്പാദിക്കുവാനോ പേരിനോ പ്രശസ്തിക്കോ യാതൊരു തരത്തിലുമുള്ള അധർമ്മവും ചെയ്യുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മുൻപിൽ ക്രൂശിൻ്റെ മഹത്വമല്ലാതെ, ദൈവത്തിൻ്റെ മഹത്വമല്ലാതെ, ദൈവപുത്രൻ്റെ മഹത്വമല്ലാതെ മറ്റൊന്നും തെളിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, അങ്ങയുടെ കാഴ്ചപ്പാടിന് മാറ്റം വന്നിട്ടുണ്ടോ? അങ്ങ് മുഖാന്തരം ദൈവനാമത്തിന് ദുഃഖം സംഭവിച്ചിട്ടുണ്ടോ? അങ്ങയുടെ ജീവിതത്തിൽ കാഴ്ചപ്പാടുകൾ മാറി ഇന്ന് ലോകത്തോട് അനുരൂപമാകത്തക്ക നിലയിലാണോ ജീവിക്കുന്നത്? മറ്റുള്ളവർ ഒരുപക്ഷെ അങ്ങേ പരസ്യമായി വിധിക്കുന്നില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് മുൻപാകെ ലോകം അങ്ങേ കുറ്റം വിധിക്കുന്ന ഒരു ജീവിതമാണോ അങ്ങ് നയിക്കുന്നത്? ഇത് ഒന്ന് ചിന്തിപ്പാനായിട്ട് സാധിക്കണം. രണ്ടാമത്തെ ആകയാൽ എന്നുള്ളത് ഇസ്രയേൽ രാജാവിനെ ആവശ്യപ്പെടുന്ന വിഷയത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുക. 5-ാം വാക്യം ശ്രദ്ധിക്കുക. ആകയാൽ സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു തരണം. അത് ശമൂവേലിന് അനിഷ്ടമായി എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ വന്ന കുറവെന്താ? ഇസ്രായേൽ മൂപ്പന്മാർ വാസ്തവത്തിൽ അവരാഗ്രഹിച്ചൊരു വിഷയത്തിൻ്റെ സാഫല്യത്തിലേക്ക് വരുവാൻ ഈ ശമൂവേലിൻ്റെ പുത്രന്മാരുടെ പാപത്തെ മറയാക്കി തീർത്തുവോ? അവരുടെ ജീവിതത്തിൽ അവർ ദൈവത്തിനായി കാത്തിരിക്കേണ്ടതിന് പകരം ഇസ്രായേൽ എന്ന ദൈവത്തിൻ്റെ രാഷ്ട്രം ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ ആഗ്രഹത്തിലേക്ക് വരേണ്ടതിന് പകരം ദൈവം എന്ത് ചിന്തിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടതിന് പകരം അതിനുള്ള ആലോചന അവർ അന്വേഷിക്കേണ്ടതിന് പകരം അവർ തന്നെ ഒരു കാര്യം പറയുകയാണ്: ഞങ്ങളുടെ ചുറ്റുമുള്ള മറ്റ് ജാതികളെ പോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം. ലോകത്തിലേക്ക് അവരുടെ കണ്ണുകൾ നീളുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതങ്ങളിൽ ഇങ്ങനെയാണോ സംഭവിക്കുന്നത്? നമ്മുടെ സഭാതലങ്ങളിൽ ഇത് സംഭവിക്കുന്നുണ്ടോ? ലോകത്തോട് ഇഴുകിച്ചേരുന്ന, ലോകത്തിൻ്റെ ജാതികൾ ചെയ്യുന്ന അവരുടെ സകല കാര്യങ്ങളിലേക്കും കണ്ണെത്തുന്നൊരു ക്രിസ്തീയ ജീവിതമാണോ അങ്ങേക്കുള്ളത്? ഇന്ന് അങ്ങയുടെ ക്രിസ്തീയ ജീവിതത്തിൽ വിശുദ്ധിയുടെ സ്ഥാനം ഒന്നാമത്തേതാണോ? അങ്ങയുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആഗ്രഹത്തിനാണോ പ്രഥമ സ്ഥാനം കൊടുക്കുന്നത്? അതോ ദൈവം ആഗ്രഹിക്കാത്തതാണ് എന്നറിഞ്ഞിട്ടും ചില ഒഴിവ് കഴിവുകളൊക്കെ പറഞ്ഞിട്ട് ഇസ്രായേൽ മൂപ്പന്മാർ ചെയ്തതുപോലെ ദൈവത്തിൻ്റെ ഭരണത്തെ ഞങ്ങൾക്ക് വേണ്ട, മറിച്ച് മറ്റുള്ളവരെ പോലെ ഞങ്ങളെ ഭരിക്കുവാൻ ഒരു രാജാവിനെ വേണമെന്ന് ആഗ്രഹിച്ച് പ്രതാപത്തിനും കണ്ണിന് കാണുന്ന മഹത്വത്തിനും പിന്നാലെ ഓടുന്ന ഒരു ജീവിതമാണോ അങ്ങേക്കുള്ളത്? ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ഇഷ്ടപ്പെടുന്ന വിഷയമല്ല. നമ്മുടെ കൺമുൻപിൽ, ഞാൻ ആവർത്തിക്കട്ടെ, വിളങ്ങേണ്ടത് ലോകത്തിൻ്റെ മഹത്വമല്ല. പാട്ടുകാരൻ പാടുന്നത് പോലെ ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടെ എന്നെ മാടി വിളിച്ചാൽ സുന്ദരന മനോഹര നിന്നെ പ്രതി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ ഞാൻ വരിക്കുമോ വത്സല എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വരണം. ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് പിന്നാലെ പോകുവാനോ ലോകം ആഗ്രഹിക്കുന്നതും ലോകം പറയുന്നത് ചെയ്യുവാനുമോ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നാം കർത്താവിങ്കിലേക്ക് തന്നെ തിരിയണം. കർത്താവിൻ്റെ ആഗ്രഹം നമ്മുടെ ആഗ്രഹമായി തീരണം. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതങ്ങളിൽ നിറവേറപ്പെടുവാനിടയാകണം. ലോകം നമ്മെ കുറ്റം വിധിക്കുന്ന, നാം മുഖാന്തരം ദൈവത്തിൻ്റെ നാമത്തിന് വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും വരാതെ വളരെ കരുതലോടെ ജീവിപ്പാനായിട്ട് ഈ ചിന്ത മുഖാന്തരമായി തീരണം. സ്വർഗത്തിലെ ദൈവം നമ്മെ കണ്ടുകൊണ്ടിരിക്കുക, സ്വർഗത്തിലെ ദൈവം നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുക. അതിനായിട്ട് ഈ ചിന്ത നമ്മുടെ ജീവിതങ്ങളെ ശുദ്ധീകരണത്തിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.